ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡ് CBSE 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ദിവസം കൊണ്ട് ഫസ്റ്റ് ലെസൺ കുറച്ചെടുത്തു അല്ലേ. അപ്പോൾ അത് ഒരമ്മ 2 മക്കളുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ ഈ പാഠം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ അപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയ എന്താണ്, ഇനി രാഷ്ട്രധ്വജസ്യ, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രധ്വജസ്യ, ധ്വജ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ്, അതാണ് രാഷ്ട്രധ്വജ. രാഷ്ട്രധ്വജസ്യ വിഷയേ എന്ത് ചെയ്തു, ജാനീമഹ, നമുക്കത് എന്താണെന്ന് നോക്കാം. അതല്ലേ രാഷ്ട്രധ്വജസ്യ വിഷയെ പഠാമഹ എന്ന് പറഞ്ഞു നിർത്തി അവർ. പേജ് നമ്പർ 3 ആണ്. 3ൽ അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് താഴെയുള്ള ഭാഗം പാരഗ്രാഫ് വായിക്കാം. ഏഷ അസ്മാകം വത്സന ഭാരതമാതാ, അഹോ അസ്മാകം ഭാരതമാതുഃ മാഹാത്മ്യം, സാക്ഷാത് പർവതരാജഃ ഹിമാലയഃ മുകുടരൂപേണ അസ്യാഹ മസ്തകേ ശോഭത്തെ, അസ്യാഹ ചരണൗ പ്രക്ഷാളയതി സ്വയം രത്നാകരഃ സമുദ്രഃ, ഭാരതഭൂമൗ മഹേന്ദ്രഃ മലയഃ സഹ്യഃ രൈവതകഃ വിന്ധ്യഃ അരാവലിഃ ഇത്യാദയഃ ശ്രേഷ്ഠാഃ പർവതാഃ വിരാജന്തെ. അത്രൈവ ഗംഗാ യമുനാ സരസ്വതി സിന്ധു ബ്രഹ്മപുത്ര ഗണ്ഡകി മഹാനദി നർമ്മദ ഗോദാവരി കൃഷ്ണ കാവേരി ഇത്യാദയഃ പവിത്രാः നദ്യഃ പ്രവഹന്തി, നദ്യഃ അപി അസ്മാകം മാതരഃ ഇവ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ഏഷ അസ്മാകം വത്സല ഭാരതമാതാ. ഏഷ ഭാരതമാതാ സ്ത്രീലിംഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏഷ ഏതത് ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗമാണ്. ഏഷ ഏതേ ഏതാഹ എന്നാണ്. ഏഷ സ്ത്രീലിംഗം, ഏഷ എന്ന് ഇവൾ എന്നുള്ള അർത്ഥത്തിൽ. ഏഷ ഏതേ ഏതാഹ. ഏഷ ഏതേ ഏതാഹ. ഇത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇതിൻ്റെ പുല്ലിംഗം എങ്ങനെ വരും? ഏഷഃ ഏതൗ ഏതേ, ഏഷഃ ഏതൗ ഏതേ. ഇത് പ്രഥമ വിഭക്തിയാണ്. പിന്നെ അതിൻ്റെ നപുംസലിംഗം എങ്ങനെ വരും? ഏതത് ഏതേ ഏതാനി. ഏതത് ഇത് സ്ത്രീലിംഗം, ഇത് പുല്ലിംഗം. ഏഷഃ ഏതൗ ഏതേ. നപുംസലിംഗം ഏതത് ഏതേ ഏതാനി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗം വരുമ്പോൾ ലതാ ശബ്ദമാണെങ്കിലും ലതാ ലതേ ലതാഹ. പിന്നെ അജഹ അല്ലെങ്കിൽ ഗജഹയാണെങ്കിലോ പുല്ലിംഗമല്ലേ, അത് ഇതുപോലെ ഗജഹ ഗജൗ ഗജാഹ. പക്ഷേ ഇവിടെ ഏതയാണ് വന്നിരിക്കുന്നത്. ഇനി നപുംസലിംഗം ഏതത് ഏതേ ഏതാനി. അത് ഇപ്പോൾ ഒരു വേർഡ് പറയുമ്പോൾ വനം വനേ വനാനി, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കിക്കോളൂ. ഏഷ അസ്മാകം വത്സല ഭാരതമാതാ. അസ്മാകം ഭാരതമാതാ. അസ്മാകം കേശാം, ആരുടെ? അസ്മാകം എന്ന് പറഞ്ഞാൽ ഷഷ്ടി ബഹുവചനമാണ്. ഷഷ്ടിയുടെ അർത്ഥം എന്താ? ഉടേ, ഇൻഡക്ക് എന്നൊക്കെയാണ് അർത്ഥം, പ്രത്യയങ്ങൾ. അസ്മാകം അതിൻ്റെ അപ്പം ഷഷ്ടി ബഹുവചനമാണ്. അതിൻ്റെ ഏകവചനം എങ്ങനെ വരും? മമ ആവയോഹോ അസ്മാകം. മമ ആവയോഹോ അസ്മാകം. എന്തായത്? ഷഷ്ടിയാണ്. ഇത് ഷഷ്ടിയാണ്. മമ എൻ്റെ, ഞങ്ങൾ രണ്ടുപേരുടെ, ഞങ്ങളുടെ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഇപ്പം അസ്മാകമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കേശാം എന്നുള്ളതും ഷഷ്ടി ബഹുവചനമാണ്. കസ്യ കയോഹോ കേശാം. ഇനി അടുത്ത നോക്കിക്കോളൂ.
ഏഷാ അസ്മാകം വത്സ് കീദൃശി ഭാരതമാത, എങ്ങനെയുള്ള ഭാരതമാതാവാണ്? വത്സല. വത്സല എന്ന് പറഞ്ഞാൽ സ്നേഹമയ്യായിട്ടുള്ള, സ്നേഹമയ്യായ ഭാരതഭൂമി, ഭാരതമാത. അഹോ അസ്മാകം ഭാരതമാതുഹു മഹാത്മ്യം. അത് കഴിഞ്ഞിട്ടൊരു ഒരു വരയും ഒരു കുത്തും, എന്താ എക്സ്ക്ലമേറ്ററി മാർക്ക്. അഹോ, ആശ്ചര്യമായിട്ട് പറയുകയാണ്. അഹോ അസ്മാകം ഭാരതമാതുഹു മഹാത്മ്യം. ഭാരതമാതുഹു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മാതുഹു ശബ്ദം എന്താണ്? ഷഷ്ടി ഏകവചനമാണ്. ഇവിടെ ഭാരതമാതുഹു എന്ന് പറഞ്ഞാലും ഷഷ്ടി ഏകവചനം എന്ന് പറഞ്ഞാൽ ഭാരതമാതാവിൻ്റെ മഹാത്മ്യം വളരെ ഇതാണ്, വളരെ നല്ലതാണ്, വളരെ മനോഹരമാണെന്ന് കാണിക്കുകയാണ്. സാക്ഷാത് പർവ്വതരാജ ഹിമാലയ മുകുടരൂപേണ അസ്യാഹ മസ്തകേ ശോഭതേ. ഈ സെൻറ്റൻസിൽ നോക്കൂ, സാക്ഷാത്, ഈ സെൻറ്റൻസ് ഞാൻ വായിച്ചു, അതിൽ വെർബ് ഏതായിരിക്കും? ശോഭതേ എന്നാണ്. ശോഭതേ എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഇപ്പം പടന്തി അതെല്ലാം പരസ്മേപതിയാണ്. അതായത് സംസ്കൃതത്തിൽ രണ്ട് തരത്തിൽ വരുന്നു, ഒന്ന് പരസ്മേപതിയും ഒന്ന് ആത്മനേപതിയും വെർബ്. അതിൽ ഈ പടതിയൊക്കെ എന്താണ്? പരസ്മേപതി. ഇത് ആത്മനേപതി, അതാണ് ശോഭതേ, ശോഭിക്കുന്നു, ശോഭതേ എന്നുള്ളത്. ഇവിടെ സാക്ഷാത് പർവ്വതരാജാവ് ആരാണ്? ഹിമാലയ പർവ്വതമാണല്ലേ പർവ്വതരാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാക്ഷാത് പർവ്വതരാജ ഹിമാലയ. പർവ്വതരാജ കഹ, ആരാണ് പർവ്വതരാജൻ? ഹിമാലയ. മുകുടരൂപേണ അസ്യാഹ മസ്തകേ ശോഭതേ. മുകുടരൂപേണ അസ്യാഹ മസ്തകേ, മസ്തകത്തിൽ, മസ്തകം തലയിൽ, നെറ്റിയിൽ എന്നുള്ള ഫോർഹെഡ്. മസ്തകേ, അത് സപ്തമി ഏകവചനമാണ്. അതിൽ, മസ്തകത്തിൽ, ശോഭതേ ശോഭിക്കുന്നു. കഹ ശോഭതേ? പർവ്വതരാജ ശോഭതേ. കേന രൂപേണ, ഏത് രീതിയിലാണ് ശോഭിക്കുന്നത്? മുകുടരൂപേണ. മുകുടം എന്താണ്? മുകുടം അവിടെ അതുമല്ല, ഒരു മുകുടം ക്രൗൺ എന്നുള്ളത്, കിരീടം എന്നൊക്കെ പറയില്ലേ, ആസ് എ ക്രൗൺ, ഒരു ക്രൗണിൻ്റെ രൂപത്തിൽ. മുകുടരൂപേണ, അത് തൃതീയ ഏകവചനമാണ്. മുകുടരൂപത്താൽ, ആലെന്നാണ് തൃതീയയുടെ മീനിങ്. മുകുടരൂപേണ അസ്യാഹ മസ്തകേ. അസ്യാഹ മസ്തകേ, കസ്യാഹ മസ്തകേ, ആരുടെ മസ്തകത്തിൽ? ഭാരതമാതുഹു മസ്തകേ, ഭാരതമാതാവിൻ്റെ മസ്തകത്തിൽ. ശോഭതേ. കഹ ശോഭതേ? കേന രൂപേണ ശോഭതേ? മുകുടരൂപേണ, ഒരു കിരീടം പോലെ. കഹ ശോഭതേ? ആര് ശോഭിക്കുന്നു? ഹിമാലയ. കസ്യ മസ്തകേ? കസ്യാഹ മസ്തകേ? ഈ ഭാരതമാതുഹു മസ്തകേ. മനസ്സിലായില്ലേ? ഭാരതമാതാവിൻ്റെ മസ്തകത്തിൽ ഒരു കിരീടം പോലെ എന്ത് ശോഭിക്കുന്നു? ഹിമാലയ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അതിൽ തന്നെ പടം കൊടുത്തിരിക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരു പടം കൊടുത്തിരിക്കുന്നതുണ്ടോ? ഇതിൽ ഇവിടെയല്ലേ ഹിമാലയം, അപ്പോൾ ഇതിൻ്റെ തലയായിട്ട് മസ്തകം ഇവിടെയല്ലേ വരുന്നത്, ഭാരതമാതാവിൻ്റെ. അപ്പോൾ അവിടെ ഒരു കിരീടം പോലെ അത് ശോഭിക്കുകയാണ്. ഏത്? ഹിമാലയ. ഇനി മുകുടരൂപേണ അസ്യാഹ മസ്തകേ ശോഭതേ. ഇനി അസ്യാഹ ചരണോ പ്രക്ഷാളയതി സ്വയം രത്നാകരഃ സമുദ്രഃ. അസ്യാഹ, കസ്യാഹ, ആരുടെ? ഈ ഭാരതമാതുഹു. അസ്യാഹ, അവളുടെ. അപ്പോൾ അവിടെ ആരുടെയാണ്? ഭാരതമാതുഹു, ഭാരതമാതാവിൻ്റെ. അപ്പം ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത്, അത് രീതിയിൽ തന്നെ അതിൻ്റെ ആൻസർ അങ്ങനെ തന്നെ വരണം. അതാണ് കസ്യാഹ എന്ന് ചോദിക്കുമ്പോൾ അസ്യാഹ, കസ്യാഹ എന്ന് അസ്യാഹ. അസ്യാഹ കഹ, അസ്യാഹ ക, ആരാണ്? ഭാരതമാതുഹു. അപ്പം ഭാരതമാതുഹു ചരണൗ. ചരണാഹ. ഇവിടെ ചരണൗ എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണ്. ചരണ പ്രഥമ എങ്ങനെ വന്നു? പ്രഥമ എന്ന് പറയുമ്പോഴത്തേക്ക് ചരണഃ, ചരണൗ, ചരണാഹ, കാലുകൾ, കാലെന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അടുത്ത ദ്വിതീയ വിഭക്തി വരുമ്പോൾ എങ്ങനെ വരും? ചരണം, ചരണം, ചരണൗ, ചരണാൻ. ഇതാണ് ഇതിൻ്റെ വിഭക്തിയുടെ ഇത്. ചരണാൻ, ചരണങ്ങളെ. എന്നുള്ള അർത്ഥമാണ് ദ്വിതീയ വിഭക്തിക്ക്. അപ്പം ഇവിടെ അസ്യാഹ ചരണവും, അവളുടെ ചരണങ്ങൾ, ചരണങ്ങളെ.
പ്രക്ഷാളയതി. ക്ഷാളയതി എന്ന് പറഞ്ഞാൽ കഴുകുക. പ്രക്ഷാളയം തട്ടി ഇങ്ങനെ വന്ന് കാലിൽ വന്ന് വെള്ളം അടിക്കില്ല, അതിനാണ് കഴുകിക്കളയുന്നു, കഴുകുന്നു. സ്വയം രത്നാകരഃ. കഹ പ്രക്ഷാളയതി? രത്നാകരഃ. രത്നാകരഞ്ഞ സമുദ്രഃ. സമുദ്രം പ്രക്ഷാളയതി, പ്രക്ഷാളനം ചെയ്യുന്നു കാലുകൾ. കസ്യാഹ ചരണവും. ആരുടെ ചരണങ്ങളെയാണ്? ഭാരതമാതുഹു ചരണം. ഭാരതമാതാവിൻ്റെ ചരണങ്ങളെ. ഭാരതഭൂമൗ മഹേന്ദ്രഃ മലയഃ സഹ്യഃ രൈവതകഃ വിന്ധ്യഃ അരാവലിഃ ഇത്യാദയഃ ശ്രേഷ്ഠാഃ പർവ്വതാഃ വിരാജന്തേ. ആ സെൻറ്റൻസിലെ വെർബ് എന്താണ്? വിരാജന്തേ, വിരാജിക്കുന്നു, ശോഭിക്കുന്നു. എങ്ങനെയൊക്കെ? കീദൃശം. ശ്രേഷ്ഠാഃ പർവ്വതാഃ ശോഭന്തി. അവിടെ ശ്രേഷ്ഠാഃ പർവ്വതാഃ, പർവ്വതാഃ മൗണ്ടെയ്ൻസ്, ശ്രേഷ്ഠങ്ങളായ പർവ്വതങ്ങൾ അവിടെ ശോഭിക്കുന്നു. എവിടെയാണ്? ഭാരതഭൂമ. ഏതൊക്കെയാണ് ഈ ശ്രേഷ്ഠാഃ പർവ്വതാഃ? ഏതൊക്കെയാണ്? ഭാരതഭൂമവും മഹേന്ദ്രഃ. ഭാരതഭൂമവും എന്നുള്ളത് സപ്തമി ഏകവചനം. ഭാരതഭൂമിയിൽ മഹേന്ദ്രഃ, മഹേന്ദ്രപർവ്വതം, അതാണ് മഹേന്ദ്രഃ. മലയഃ, മലയപർവ്വതഃ. സഹ്യഃ, സഹ്യപർവ്വതഃ. രൈവതകഃ, രൈവതകപർവ്വതഃ. വിന്ധ്യഃ, വിന്ധ്യപർവ്വതഃ. അരാവലിഃ, അരാവലിപർവ്വതഃ. ഇത്യാദയഃ. ഇത്യാദയഃ ഇതി പ്ലസ് ആദയഃ. ഇത്യാദയഃ, ഇത്യാദയഃ ഇതി പ്ലസ് ആദയഃ. ഇതി പ്ലസ് ആദയഃ എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം, ഇത് തുടങ്ങിയ എന്ന് പറയില്ലേ, ഇങ്ങനെ ഈ പർവ്വതങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇത്യാദയഃ ശ്രേഷ്ഠാഃ പർവ്വതാഃ വിരാജന്തേ. കുത്ര വിരാജന്തേ? എവിടെയാണ് വിരാജിക്കുന്നത്? ഭാരതഭൂമൗ, ഭാരതഭൂമിയിൽ വിരാജിക്കുന്നു, ശോഭിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള പർവ്വതങ്ങളുടെ പേര് മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു പർവ്വതഃ എന്നൊരു വേർഡ് വന്നു. പർവ്വതഃ. ആ പർവ്വത എന്നുള്ളതിൻ്റെ പര്യായം എന്തൊക്കെയായിരിക്കും? പർവ്വതഃ. പർവ്വതഃ എന്ന് പറഞ്ഞാൽ ഗിരിഹി, ഗിരി, ഗിരി, ഗിരിഹി. ഗിരി വായിക്കുന്നത് കൊണ്ട് ഇവിടെ വിസർഗം വരുമ്പോൾ ഗിരിഹി. ആയാണെങ്കിൽ ശൈലഹ. ശൈലഹ എന്ന് പറയുമ്പോൾ ആയിൽ അവസാനിക്കുന്നത് അഹ. മനസ്സിലായി? ഗിരിഹി ശൈലഹ. ഗിരിഹി ശൈലഹ. ഇതാണ് ഇതിൻ്റെ പർവ്വതം എന്നുള്ളതിൻ്റെ മറ്റ് രണ്ട് വാക്കുകൾ, സെയിം അർത്ഥമുള്ളത്. അപ്പോൾ ഇവിടെ അത്രൈവ, അത്രൈവ, അത്ര പ്ലസ് ഏവ, അത്രൈവ അവിടെ തന്നെ. ഗംഗ, ഗംഗ അറിയാം എല്ലാവർക്കും അല്ലേ? യമുന, അത് റിവേഴ്സ് അല്ലേ? യമുന, സരസ്വതി, സിന്ധു, ബ്രഹ്മപുത്ര, ഗണ്ഡകി, മഹാനദി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇത്യാദയഃ. നേരത്തെ വന്നു ഇത്യാദയഃ, ഇതി പ്ലസ് ആദയ. ഇത് ഇങ്ങനെയുള്ള പവിത്രാഃ നദ്യാഃ, പവിത്രാഃ, പവിത്രാഃ നദ്യാഃ. പവിത്രഃ പുണ്യമായിട്ടുള്ള, പവിത്രം പരിശുദ്ധമായിട്ടുള്ള. നദ്യഃ, നദ്യഃ എന്താണ്? നദി എന്നുള്ള ശബ്ദത്തിൻ്റെ പ്രഥമ വിഭക്തി ബഹുവചനമാണ് നദ്യഃ, നദികൾ, റിവേഴ്സ്. അതിൻ്റെ ബാക്കി രൂപം ഇങ്ങനെ ഒരു പ്രഥമയാണിത്. നദീ, നദ്യൗ, നദ്യഃ, നദ്യഃ. ഇത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പ്രഥമ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഇവിടെ ഇത്യാദി നദ്യഃ, ഇത്യാദയഃ പവിത്രാഃ നദ്യഃ, പവിത്രങ്ങളായ നദ്യഃ, നദികൾ. നദികൾ പ്രവഹന്തി, പ്രവഹന്തി ഫ്ലോയിങ്, ഒഴുകുന്നു. ഏതൊക്കെയാണ് നദികൾ? ഗംഗ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഗംഗ, യമുന, സരസ്വതി, സിന്ധു, ബ്രഹ്മപുത്ര, ഗണ്ഡകി, മഹാനദി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇത്രയും നദികൾ പ്രവഹന്തി, പ്രവഹിക്കുന്നു. എവിടെ നിന്ന് പ്രവഹിക്കുന്നു? അവിടെ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ പർവ്വതങ്ങളുടെ പേര്. ആ പർവ്വതങ്ങളിൽ നിന്ന് പ്രവഹിക്കുകയാണ് അവരെല്ലാം. നദ്യഃ അപി അസ്മാകം മാതരഃ ഇവ. നദ്യഃ അപി, അപി എന്ന് പറഞ്ഞ ഒരു പിന്നെ
അവ്യയമാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവ്യയം ഓൾസോ എന്നുള്ള അർത്ഥമാണ്. അവി അവി അസ്മാകം മാതരഹ ഇവ. അസ്മാകം മാതര നേരത്തെ വന്നു. അസ്മാകം നമ്മളുടെ, ഞങ്ങളുടെ. അസ്മാകം, അസ്മാകം ദേശഃ, അസ്മാകം ഗൃഹം, മമ ഗൃഹം എൻ്റെ വീട്. മമ അതിൻ്റെ സിംഗുലർ ഏകവചനം, അസ്മാകം അതിൻ്റെ ബഹുവചനം. മമ നാമ ഡാഷ്, മമ നാമ എൻ്റെ പേര് ഇത്. അസ്മാകം വിദ്യാലയം അത്ര വർത്തതേ, അവിടെയാണ് നിങ്ങളുടെ വിദ്യാലയം. അതുകൊണ്ട് അസ്മാകം മമ എന്നുള്ള. അഭി അസ്മാകം മാതരഹ ഇവ. മാതരഹ എന്ന് പറയുമ്പോഴത്തേക്കും മാതൃശബ്ദത്തിൻ്റെ പ്രഥമ ബഹുവചനമാണ്. മാതാ, മാതരൗ, മാതരഹ. മാതൃശബ്ദ, മാതൃശബ്ദ ആണ് പ്രഥമ. മാതാ, മാതരൗ, മാതരഹ. ഈ മാതൃശബ്ദം ഋയിൽ അവസാനിക്കുന്നില്ലേ, അപ്പം ഋകാരാന്തഹയാണ്. ഋകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. പ്രഥമ വിഭക്തി മാതാ, മാതരൗ, മാതരഹ. ഒരു മാതാവ്, രണ്ട് മാതാക്കൾ, മാതരഹ മാതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ നദ്യഃ അഭി അസ്മാകം മാതരഹ ഇവ. നദികൾ അസ്മാകം മാതരഹ ഇവ. അവ എങ്ങനെയാണ്? നമ്മുടെ ജസ്റ്റ് ലൈക്ക് അവർ മദർ അതുപോലെയാണ് ഈ നദികൾ എന്ന് കാണിക്കുകയാണ്. അടുത്തത് അയോധ്യ, മഥുര, ഹരിദ്വാരം, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരിക, പുരി, ഗയ, പ്രയാഗ, പാടലിപുത്ര, വിജയനഗരം, ഇന്ദ്രപ്രസ്ഥം, സോമനാഥ, അമൃതസര ഇത്യാദീനി മംഗളാനി തീർത്ഥക്ഷേത്രാണി നഗരാണി ച ഭാരതഭൂമൗ ഏവ സുശോഭന്തേ. ആ സെൻറ്റൻസിലെ വെർബ് ഏതാണ്? സുശോഭന്തേ. സുശോഭന്തേ, ശോഭന്തേ എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. സുശോഭന്തേ നല്ലോണം ശോഭിക്കുന്നു എന്നാണ്. എന്തൊക്കെയാണ് അവിടെ ശോഭിക്കുന്നത്? തേ ഏതൊക്കെയാണവ? അയോധ്യ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മധുര കേട്ടിട്ടുണ്ട് അല്ലേ? അയോധ്യ, മധുര, ഹരിദ്വാരം, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരിക, പുരി, ഗയ, പ്രയാഗ, പാടലിപുത്രം, വിജയനഗരം, ഇന്ദ്രപ്രസ്ഥം, സോമനാഥ, അമൃതസര ഇത്യാദീനി. ഇതി പ്ലസ് ആദീനി, ഇവയെല്ലാം ഇത്യാദീനി മംഗളാനി തീർത്ഥസ്ഥാനാനി. അവയെല്ലാം ഇങ്ങനെയാണ്. മംഗളാനി തീർത്ഥസ്ഥാനാനി ഹോളി പ്ലേസസ് ആണ്. മംഗളാനി തീർത്ഥസ്ഥാനാനി ഹോളി പ്ലേസസ് ആണ് അവയെല്ലാം. അതെവിടെ? നഗരാണിച്ച ഭാരതഭൂമോ ഏവ സുശോഭന്തി. ഇതെല്ലാം ഭാരതഭൂമിയിലാണ്. ഭാരതഭൂമൗ എന്നുള്ളത് സപ്തമി ഏകവചനം. ഭാരതഭൂമിയിൽ. ഭാരതഭൂമോ ഏവ സുശോഭന്തേ, നല്ലോണം ശോഭിക്കുന്നു. ഏതേഷാം തീർത്ഥക്ഷേത്രാണാം ധൂളിം ലലാടേ സ്ഥാപിതും വിവിധേഭ്യഃ പ്രദേശേഭ്യഃ അസംഖ്യാഃ ജനാഃ ആഗച്ഛന്തി. അവിടുത്തെ വെർബാണ് ആഗച്ഛന്തി. ആഗച്ഛന്തി എന്ന് പറഞ്ഞാൽ കമ്മിങ്. ഗമ് എന്നൊരു ധാതുവുണ്ട്. ആ ധാതുവിൻ്റെ ലട്ടാണ് ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി. ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി. അത് പ്രഥമ പുരുഷനാണ്. മധ്യപുരുഷൻ വരുമ്പോൾ ഗച്ഛസി, ഗച്ഛതഃ, ഗച്ഛഥ. ഉത്തമ പുരുഷൻ ഗച്ഛാമി, ഗച്ഛാവഹ, ഗച്ഛാമഹ. അപ്പോൾ ഗച്ഛതി എന്ന് പറഞ്ഞാൽ ഗോയിങ്. അതിൻ്റെ മുമ്പിലൊരു ആ ചേർക്കുമ്പോൾ ആഗച്ഛതി എന്ന് പറഞ്ഞാൽ കമ്മിങ്. ഗച്ഛതി ഗോയിങ്, ആഗച്ഛതി കമ്മിങ്. അപ്പം ആഗച്ഛതി, ആഗച്ഛതഃ, ആഗച്ഛന്തി അതുപോലെ വേണം. അപ്പോൾ ഗമ് ധാതുവാണ്. ഗമ് ലട്ട്. ഗമ് ലട്ടാണ്. ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛതഃ, ഗച്ഛന്തി. ഇത് പ്രഥമ പുരുഷനാണ്. പ്രഥമ പുരുഷൻ. ഇത് പ്രഥമ പുരുഷൻ. ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി. പഠാണെങ്കിലോ പഠതി, പഠതഃ, പഠന്തി. പിന്നെ പചതി, പചതി എന്ന് പറഞ്ഞാൽ കുക്കിംഗ്. പചതി, പചതഃ, പചന്തി. ഇതുപോലെ ആഗച്ഛതിയാണ്. ആഗച്ഛതി, ആഗച്ഛത, ആഗച്ഛന്തി. ഈ രീതിയിലാണ് വരുന്നത്. ഇതിനകത്ത് 3 പുരുഷനുണ്ട്. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. അപ്പോൾ ഇവിടെ ആഗച്ഛന്തി, അസംഖ്യാഃ ജനാഃ ആഗച്ഛന്തി.
അസംഖ്യാഹ കൗണ്ട്ലെസ് അസംഖ്യാഹ ജനാഹ ജനങ്ങൾ ആഗച്ഛന്തി. എവിടെ നിന്ന് വരുന്നു? ഏതേഷാം തീർത്ഥക്ഷേത്രാണാം ധൂളിം ലലാടേ സ്ഥാപയിതും കിമർത്ഥം തേ ആഗച്ഛന്തി. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നത്? ധൂളിം ലലാടെ, ലലാട എന്താ? നെറ്റിയിൽ. ധൂളി എന്താ? ധൂളി പൊടി. അപ്പം പിന്നെ തീർത്ഥക്ഷേത്രാണാം ധൂളിം, ധൂളിം ധൂളിയെ, ധൂളിയെ എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനമാണ്. ധൂളി പൊടി. ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലെ ധൂളി, താഴെ നിന്ന് ധൂളി എടുത്ത് എന്ത് ചെയ്യുന്നു? ലലാടേ സ്ഥാപയിത്വ ലലാടേ സ്ഥാപയിതും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുമിൻ, അതുപോലെ ക്വാന്തം എങ്ങനെയാണ്. ഇപ്പം പറഞ്ഞ ശ്രുധാതുവിനോട് ത്വാ ചേർത്തപ്പോൾ ശ്രുത്വ എന്ന് വന്നു. ശ്രുത്വ അത് വന്നു. പിന്നെ പറഞ്ഞു തുമിനെന്നൊരു പ്രത്യയം ചേർത്തു. അതാണ് ഇവിടെ വന്നിരിക്കുന്ന സ്ഥാപയിതും തുമിൻ എന്നൊരു പ്രത്യയം ചേർക്കുമ്പോഴാണ് സ്ഥാപയിതും. ത്വാ ചേർത്താൽ സ്ഥാപയിത്വമായിട്ട് സ്ഥാപിച്ചിട്ട്. സ്ഥാപയിതുമാണെങ്കിലോ സ്ഥാപിക്കുവാൻ. ഇവിടെ എന്ത് സ്ഥാപിക്കുവാൻ? ധൂളിം ലലാടെ സ്ഥാപയിതും. ധൂളിയെ എന്ത് ചെയ്യുന്നു? ലലാടെ സ്ഥാപയിതും നെറ്റിയിലിടാൻ വേണ്ടി. വിവിധേഭ്യഃ പ്രദേശേഭ്യഃ ബാലേഭ്യഃ ഗജേഭ്യഃ അശ്വഭ്യഃ. എന്താ? പഞ്ചമി ബഹുവചനമാണ്. വിവിധേഭ്യഃ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന്. പഞ്ചമിയുടെ മീനിങ് എന്താ? അവിടെ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥമാണ്. പ്രദേശേഭ്യഃ അസംഖ്യാഃ ജനാഃ ആഗച്ഛന്തി. മനസ്സിലായില്ലേ? കിമർത്ഥം ആഗച്ഛന്തി? അത്ര ക്ഷേത്രാണാം ധൂളിം, ആ ക്ഷേത്രങ്ങളിലെ ധൂളിം ലലാടെ സ്ഥാപയിതും ആഗച്ഛന്തി. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ഹിമാലയഃ ഭാരതമാതുഹു മസ്തകേ കഹ ശോഭതേ. ഭാരതമാതാവിൻ്റെ മസ്തകത്തിൽ എന്ത് ശോഭിക്കുന്നു? ഹിമാലയ അല്ലേ? ഹിമാലയ വ്രതം ശോഭിക്കുന്നു എന്ന് പറഞ്ഞു. കേന രൂപേണ ശോഭത, ഏത് രീതിയിലാണ് ശോഭിക്കുന്നത്? മുകുടരൂപേണ. ഒരു കിരീടം പോലെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? മുകുടരൂപേണ ശോഭതേ. ഇനി പർവ്വതരാജഃ കഹ, പർവ്വതരാജാവ് ആരാണ്? ഹിമാലയ. അതുപോലെ അവിടെ നിന്ന് തിരിക്കുന്ന പിന്നെ ഹോളി റിവേഴ്സിൻ്റെ പേര് പറഞ്ഞു. അതുപോലെ പർവ്വതങ്ങളുടെ പേര് പറഞ്ഞു. അതെല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിനകത്തുള്ള. പവിത്രാഹ നദ്യഃ പ്രവഹന്തി. ഏതൊക്കെ നദികളാണോ? ബ്രഹ്മപുത്ര, ഗോദാവരി, ഗംഗ, ഇതൊക്കെ ഇല്ലേ? അതെല്ലാം പ്രവഹന്തി. അപ്പം ഈ നദ്യഃ അഭി അസ്മാകം മാതരഃ ഇവ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.